ലോങ് ഹെയർസിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് ആണ് ഇന്ന് കാണിച്ചു തരുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് ലോങ് ഹെയർ. എനിക്ക് വലിയ ലോങ് ഹെയർ അല്ല, എൻ്റെ മീഡിയം ഹെയർ ആണ്. ബട്ട് ലോങ് ഹെയറിനും മീഡിയം ഹെയറിനും ഒരുപോലെ യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ഉണ്ടല്ലോ. ആദ്യം തന്നെ നമുക്ക് ചെട യൂസ് ചെയ്തിട്ട് ചെട കളഞ്ഞു കൊടുക്കാം. ഈ നീമിൻ്റെ ഒരു കോമ്പാണ്, വുഡൻ കോമ്പ് പോലെ തന്നെ നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് സ്ട്രീക്സിൻ്റെയാണ്. ഞാൻ സ്ട്രീക്സിൻ്റെയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ യൂസ് ചെയ്തേക്കുന്നത് ലോറിയലിൻ്റെ ആണ്. ലോറിയലിൻ്റെ പക്ഷെ അത് അത്രയ്ക്ക് രസം ഉണ്ടായിരുന്നില്ല. ആദ്യം നമ്മുടെ ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുക മീൻസ് ചെടയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കളയുക, ലൈക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. നമുക്കിപ്പോൾ ആദ്യത്തെ ഹെയർ സ്റ്റൈലിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ ഹെയറും ബാക്കിലോട്ട് ഇരിട്ട് അതിൽ നിന്ന് ഒരു ഹാഫ് പാർട്ടീഷൻ എടുക്കുക. എന്നിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കുക. ഈ ഒരു ഹെയർ സ്റ്റൈൽ എല്ലാവരും നോർമലി ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു പാർട്ടീഷൻ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു സംഭവമില്ലേ, ഇത് ഈ കാണിക്കുന്ന പോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് അത് മുകളിലോട്ടാക്കുക. ജസ്റ്റ് അവിടെ ഒരു വര പോലെ വരും, ബട്ട് മുകളിൽ. അത് കഴിഞ്ഞ് നമ്മൾ അടിയിൽ ഒരു ക്ലിപ്പ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നല്ലൊരു ഹൈ വോളിയം ആയിട്ടുള്ള ഒരു ഹാഫ് ബൺ സ്റ്റൈൽ നമുക്ക് കിട്ടാൻ വേണ്ടി പറ്റും. ഹാഫ് പോണിറ്റൈൽ സ്റ്റൈൽ കിട്ടാൻ വേണ്ടി പറ്റും. ലോങ് ഹെയർ ആണെങ്കിലും മീഡിയം ഹെയർ ആണെങ്കിലും നിങ്ങൾക്കിത് നല്ല സ്യൂട്ടബിൾ ആയിരിക്കും ഫോർ കോളേജിലോ എവിടേക്ക് പോകുകയാണെങ്കിലും. ചിലർക്ക് ഇങ്ങനെ ബാങ്ക്സ് ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല അല്ലേ? അപ്പം അങ്ങനെയുള്ളവർക്കാണ് വേറൊരു ഹെയർ സ്റ്റൈൽ കാണിച്ചിരുന്നത്. ബാങ്ക്സ് അങ്ങനെ കിടക്കുന്നത് ഇഷ്ടമല്ല, പക്ഷെ ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ചെയ്യാം. ജസ്റ്റ് ഫ്രണ്ടിലെ ആ ബാങ്ക്സിൻ്റെ പാർട്ടീഷൻ എടുത്തിട്ട് ബാക്കി ഹാഫ് പോണിറ്റൈൽ സ്റ്റൈല് കുറച്ച് നമ്മൾ ഇങ്ങനെ വെക്കുക. ബാക്കിൽ വരുന്ന ബാക്കിയുള്ള പോർഷൻ ജസ്റ്റ് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊരു സ്ലീക്ക് പോണിറ്റൈൽ പോലെ തന്നെ ജസ്റ്റ് നമ്മൾ ബാക്കിലോട്ടാക്കി കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ഒരു ക്ലിപ്പോ, ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് കുഞ്ഞൊരു ക്ലിപ്പാണ്, പക്ഷെ അങ്ങനത്തെ ക്ലിപ്പല്ല, നല്ലൊരു ഈ ബോബ് പോലത്തെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഈ മുകളിൽ മഞ്ഞ കളറിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഹെയർ പാർട്ടീഷൻ ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. ഈ കുർത്തയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് പോകുന്ന ടൈപ്പ് ഓഫ് ഒരു ഹെയർ സ്റ്റൈലാണിത്, ഓപ്പൺ ഹെയർ സ്റ്റൈൽ. ഇഫ് യു ആർ നോട്ട് എ ബാങ്ക്സ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ. ഇനി നമുക്ക് ഒരു ബാഡ് നമുക്ക് ഒരു സ്ലീക്ക് ലുക്ക് എന്ന് പറയുമ്പോൾ ഹാഫ് പോണിറ്റൈൽ ചെയ്ത് എൻ്റെ അമ്മ പറയും എപ്പോഴും ഞാനിങ്ങനെ കിട്ടുമ്പോഴത്തേനും വപ്പി പോലെ ഉണ്ടെന്ന്. ബട്ട് അങ്ങനെയല്ല. നമ്മളിപ്പോൾ ബാഡി ആവണമെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഗോ ഫോർ ദിസ് ഹെയർ സ്റ്റൈൽ ബിക്കോസ് ഇപ്പോൾ ഇതാണ് ട്രെൻഡ്. അപ്പോൾ നമുക്കൊരു സ്ലീക്ക് പോണിറ്റൈൽ കിട്ടാം. അതായത് ഫ്രണ്ട് പാർട്ടീഷൻ, മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ട് മുകളിലോട്ട് ഇരി കൊടുത്തിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്കൊരു ഹാഫ് പോണിറ്റൈൽ സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പോണിറ്റൈൽ ചെയ്യണമെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇന്ന് നമുക്ക് 3 ഹെയർ സ്റ്റൈൽ കാണിക്കാൻ ഈ വീഡിയോയിൽ പറ്റിയുള്ളൂ. ഇഫ് യു ആർ എ ദേവി ഓർ എ ബാഡി, ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റിയതാണ് ഈ ഒരു ചാനൽ. 2026 പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ, മേക്കപ്സ് ആൻഡ് ബെസ്റ്റ് ബ്യൂട്ടി പ്രൊഡക്ട്സ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ബൈ.